അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, കല്ലും മനുഷ്യനും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? നരകത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്ന രണ്ട് സ്ഥലങ്ങളിൽ നരകത്തിൻ്റെ ഇന്ധനം മനുഷ്യരും കല്ലുമാണ് എന്ന് പറഞ്ഞത് കാണാൻ പറ്റും. സൂറത്തുൽ ബഖറയിലും സൂറത്ത് തഹ്രീമിലും വത്തഖുന്നാറല്ലത്തി വഖൂദുഹന്നാസു വൽ ഹിജാറ, അതുപോലെ ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ വഖൂദുഹന്നാസു വൽ ഹിജാറ. ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ നരകത്തിൻ്റെ ഇന്ധനം കല്ലും മനുഷ്യരുമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. കല്ലും മനുഷ്യരും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംയോജനം നരകത്തിൻ്റെ ഇന്ധനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ പല ഗുണപാഠങ്ങളും അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കല്ല് എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവല്ല. വിറകുകളും അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഗ്യാസും അതുപോലെ ഫോസിൽ ഇന്ധനമായിട്ടുള്ള കൽക്കരിയും ഇതൊക്കെ സാധാരണ നിലയിൽ കത്തിപ്പിടിക്കുന്നതും കത്തിക്കാൻ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള വസ്തുക്കളാണ്. എന്നാൽ കല്ല് അങ്ങനെ തീ പിടിക്കുകയോ തീ പിടിപ്പിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ള ഒരു വസ്തുവായിട്ട് നമ്മുടെ ധാരണയിൽ ഇല്ല. അത്രയും കാഠിന്യമുള്ള, ഉരുകാൻ പോലും പ്രയാസമുള്ള, കാഠിന്യമേറിയ വസ്തുവാണ് കല്ല്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്നാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെറും മണ്ണല്ല, മണ്ണിൽ നനച്ച് കുഴച്ച് കളിമണ്ണ്, ത്വീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെറും മണ്ണായി കഴിഞ്ഞാൽ അത് മനുഷ്യനാവില്ല. ആ മണ്ണിൽ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അലിവിൻ്റെ, ദയാവായ്പിൻ്റെ, വിനയത്തിൻ്റെ ഒക്കെ നനവുകൾ ഉണ്ടായിരിക്കണം എന്നാണ്. ഈ നനവുകളെല്ലാം മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, മനുഷ്യൻ വരണ്ടു പോയാൽ അത് കല്ല് പോലെ കടുത്തു പോകും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അങ്ങനെ ഒരു പ്രയോഗവും ഉണ്ട്. സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ. പിന്നെ നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി, അതൊരു കല്ല് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കടുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കല്ലിൽ നിന്ന് പോലും ചിലപ്പോഴൊക്കെ അരുവികളും പുഴകളും ഒക്കെ പൊട്ടിയൊഴുകാറുണ്ട്, ഉറവ പൊട്ടിയൊഴുകാറുണ്ട്. അതുപോലെ ദൈവഭയത്താൽ അതൊക്കെ ചിലപ്പോഴൊക്കെ ഉരുണ്ട് താഴെ വീഴുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ചില മനുഷ്യരുടെ കാര്യം ഇതിനേക്കാൾ കടുപ്പമാണ്. ഒരു നനവും ഒരു ആർദ്രതയും അവരെക്കുറിച്ച് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ദയയുടെയും വിട്ടുവീഴ്ചയുടെയും വിനയത്തിൻ്റെയും ഒക്കെ വികാരങ്ങൾക്ക് പകരം വെറുപ്പിൻ്റെയും പകയുടെയും അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും അക്രമത്തിൻ്റേതുമായിട്ടുള്ള കാഠിന്യമായിരിക്കും അവരുടെയൊക്കെ മനസ്സിലുണ്ടാവുക. അങ്ങനെയുള്ള മനസ്സ് കടുത്തുപോയ കരിങ്കൽ ഹൃദയമുള്ള മനുഷ്യരെയും കല്ലുകളെ തന്നെയും ഒന്നിച്ചിട്ട് കത്തിക്കുക എന്നുള്ളത് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രയോഗം തന്നെയാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ കരിങ്കല്ലുകളാകാൻ വിടാതെ നമ്മുടെ മനസ്സിൻ്റെ നനവുകൾ, കാരുണ്യവും സ്നേഹവും അതുപോലെ വിനയവും ലാളിത്യവും ഇതുപോലെയുള്ള നനവുകൾ കാത്തു സൂക്ഷിച്ച് അഹങ്കാരവും ധിക്കാരവും പകയും അസൂയയും ഒഴിവാക്കി നമ്മളെ കരിങ്കല്ലുകളാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈർപ്പമുള്ള, ആർദ്രതയുള്ള ഹൃദയം കാത്തു സൂക്ഷിക്കുവാൻ, കരിങ്കല്ലുകളെപ്പോലെയായി പോകാതിരിക്കുവാൻ, നരകത്തിലെ ഇന്ധനമാകാതിരിക്കാൻ നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.